ഈ BJP കോർപ്പറേഷൻ പിടിച്ചു കഴിഞ്ഞാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തി തിരുവനന്തപുരത്തിന് വേണ്ടതായ വികസന കാര്യങ്ങൾ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിരുന്നു. അതിപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. പ്രധാനമന്ത്രി ഈ മാസം തിരുവനന്തപുരത്ത് എത്തുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതിന് പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും പ്രധാനമന്ത്രിയിൽ നിന്ന് ചില പ്രഖ്യാപനങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തിരുവനന്തപുരം ചിത്രം മാറുമോ എന്നാണ് നമുക്കറിയേണ്ടത്. പല MP-മാരും ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ടുണ്ടെങ്കിലും കൂടുതൽ പേരും നമുക്കറിയാം വരുത്തന്മാരായിരുന്നു. ഇപ്പോഴത്തെ MP ഉൾപ്പെടെ തരൂരായാലും മുമ്പ് കരുണാകരൻ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്, PK വാസുദേവൻ നായർ, M. ഗോവിന്ദൻ നായർ. അവർക്ക് ആർക്കും തന്നെ തിരുവനന്തപുരത്തിനോടൊക്കെ വലിയൊരു താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. നമുക്കറിയാം വിഴിഞ്ഞം പോലും എത്ര കൊല്ലത്തിന് മുമ്പ് വരേണ്ട ഒരു പദ്ധതിയാണ്. അപ്പോൾ പ്രധാനമന്ത്രിയിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് മെട്രോ ട്രെയിൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഞാൻ പറയാൻ വിട്ടുപോയത് അത് വളരെ പ്രാധാന്യമുള്ള നാളായിട്ട് ഇങ്ങനെ നാളായിട്ട് പറയുന്നതാണ്. പ്രത്യേകിച്ച് ഒരു പ്രതീക്ഷയില്ലാത്ത രീതിയിലാണ് തലസ്ഥാനത്ത് BJP വന്നത്. ഒരിക്കലും അപ്രതീക്ഷിതമെന്ന് പറയാൻ പറ്റില്ല. ആ പാർട്ടി വളർന്നു വരുന്നതിന് ശേഷം ഇപ്പം മേയർ വരെ ആയല്ലോ. അപ്പോൾ പണ്ട് അലഹബാദിലായിരുന്നു BJP തുടങ്ങിയതാണ്. നരേന്ദ്രമോദിയുടെ അവിടെ നിന്നാണ് മേയർ ഒരു നഗരസഭയിൽ തുടങ്ങിയതുപോലെയാണ് ഇവിടെയും ഒരു തലസ്ഥാനത്ത് നഗരസഭയിൽ മേയറായി മാറി വരുന്നു. അത് പ്രത്യേകിച്ച് VV രാജേഷ് വന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ മെട്രോ എന്ന് പറയുന്നത് വരേണ്ടുന്ന ആവശ്യമാണ്. പക്ഷേ മെട്രോ വരേണ്ടുന്നത് ഏത് രീതിയിലെന്നൊക്കെ പറയുമ്പോൾ പല രീതിയിലും വരുന്നുണ്ട്. പാപ്പനംകോട് വരെ വരണമെന്ന് പറയുന്നുണ്ട്, പ്രാവശ്യം വരെ വരണമെന്നുണ്ട്, പാലാമരം വരെ എത്തിയാൽ കുഴപ്പമില്ലാതെ പറയുന്നവരുണ്ട്. ആദ്യം ലൈറ്റ് മെട്രോയാണ് പറഞ്ഞത്, അതായത് സിംഗിൾ ലൈൻ. ഇപ്പം അത് മാറി മെട്രോ എന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തുകാർ ഒരുപാട് യാത്രാക്ലേശ പണ്ട് മുതലേ അനുഭവിക്കുന്നവരാണ്. ഇപ്പം നോക്കുക, നെയ്യാറ്റിൻകരയിൽ നിന്നൊക്കെ തിരുവനന്തപുരത്തേക്ക് വരുന്നവർ, അതുപോലെ കാട്ടാക്കടയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നവർ, നെടുമങ്ങാട്ടേക്ക് തിരുവനന്തപുരത്ത് നിന്ന്, ഇതൊക്കെ തിരുവനന്തപുരത്തിനോട് ചേർന്ന് കിടക്കുന്ന ഈ മലയോര ഗ്രാമപ്രദേശങ്ങളാണ്. അവർക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ കൂടുതൽ ആവശ്യം. അപ്പൊ ഈ മെട്രോ വന്നു കഴിയുമ്പോൾ തിരുവനന്തപുരത്തിന്റെ ചിത്രം ഒരു ആ മുഖചിത്രം തന്നെ അങ്ങ് മാറുമെന്നുള്ളത് ഉറപ്പാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതെ. അന്ന് അത് വരുന്നതോടുകൂടി തന്നെ പല ഭാഗത്തു നിന്നാണ്, കാസർഗോഡ് തൊട്ട് കണ്ണൂർ തൊട്ട് വരുന്നവരായാലും പ്രത്യേകിച്ച് ഈ കഴക്കൂട്ടം ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ട് നമ്മളെ ഏറ്റവും വരുന്നത് പറഞ്ഞാൽ തലസ്ഥാനം കേരളത്തിനകത്ത് തിരുവനന്തപുരം എന്നുള്ളൊരു സൈഡായി പോയി എന്നുള്ളത് പറയുമെങ്കിലും പക്ഷേ ഇന്നൊക്കെ അത് എല്ലാവരും സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ വരുന്ന ജനങ്ങൾ ഒരുപാട് പേരാണ്. ജനങ്ങളിപ്പം തിരുവനന്തപുരത്ത് അങ്ങ് ഏറെ ഇഷ്ടപ്പെട്ടു പോയി. കാരണം തിരുവനന്തപുരത്തുകാരുടെ സ്വഭാവം അങ്ങനെയാണ്. അവർ ഒരു വലിയ രീതിയിലുള്ള മോശമായ വർത്തമാനങ്ങളൊന്നും പറയാതെ കോഴിക്കോടുകാരെ കണ്ണൂരുകാരെ കണ്ടു കഴിഞ്ഞാൽ വളരെ സൗഹാർദ്ദപരമായി പെരുമാറുന്നവരാണ് അവർ. അപ്പോൾ അത്തരം ഒരു മേഖലയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും മെട്രോ പോലുള്ള സംഭവങ്ങൾ ആവശ്യം തന്നെയാണ്. ഈ ആവശ്യമില്ലെങ്കിൽ വിജയനാഥ് സാർ നേരത്തെ പറഞ്ഞ മാതിരി കാട്ടാക്കട ഭാഗത്തുനിന്നും മറ്റു ഭാഗത്തുനിന്നൊക്കെ പല ജോലികൾക്കും പോകുന്നവരുണ്ട് ഇവിടുന്നൊക്കെ. ഞാൻ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഹിന്ദിക്കാരിവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിലോ തമ്മിൽ പോയി കഴിഞ്ഞാൽ രാവിലെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10,000 പേരാണ് ജോലി ചെയ്യാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നത്. അതുപോലെ ഞാൻ ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് അറിയാം ഇപ്പോൾ രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം. ഭക്തജനങ്ങളുടെ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ കോട്ടയ്ക്കകത്ത് തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചുറ്റളവ് തന്നെ ഒരു പ്രത്യേക ഒരു ഹെറിറ്റേജ് സെന്ററാക്കി മാറ്റിക്കൊണ്ട്, ക്ഷേത്ര കവാടമാക്കി മാറ്റിക്കൊണ്ട് അതിനെ രൂപപ്പെടുത്തി കൊണ്ടുവരേണ്ട ഒരാവശ്യകതയും ഉണ്ടല്ലോ. അല്ല, അത് ഉണ്ടല്ലേന്നല്ല, ഇപ്പം നടന്ന മുറജന്മം ഇത് നടന്നല്ലോ, വൻ തിരക്കാണ് അനുഭവം, വൻ ഇതായിരുന്നു. പക്ഷേ ഞാൻ ചോദിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഇത് ഇപ്പോഴെന്തായാലും പുതിയ മേയറൊക്കെ വന്നതിന് ശേഷം നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, തീർച്ചയായിട്ടും പ്രധാനമന്ത്രി. പക്ഷേ അതിൻ്റെ ഒരു കവാടങ്ങൾ പോലും നേരെ ഒരു പെയിൻറ്റ് പോലും അടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. ഇപ്പം ഒരു മാസത്തേക്ക് കിടക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടത്തുന്നത്. നിങ്ങൾ ആ കിഴക്കേക്കോട്ടയിലെ കവാടം നോക്ക്, ഇപ്പോഴും പെയിൻറ്റും കളറും ഇല്ലാതെ കിടക്കുകയാണ്. ഇനിയിപ്പം പറയും ഇനിയിപ്പോൾ ചെയ്യാൻ പോകുക. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് കുറെ കച്ചവടക്കാരാണ് ഇതിന്. കച്ചവടക്കാരെന്ന് മാത്രമല്ല സാറേ, പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കുന്നതിനുള്ള സ്ഥലമുണ്ടോ? നിങ്ങൾ കിഴക്കേക്കോട്ടയിൽ നോക്കൂ. കിഴക്കേക്കോട്ടയിൽ നെയ്യാറ്റിൻകരയ്ക്കും അല്ലെങ്കിൽ നെയ്യാറ്റിൻകരയല്ല, പേരൂക്കടയ്ക്കും അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്കും ഒക്കെ പോകുന്നതിന് വേണ്ടി ബസ് കയറുന്ന റൂട്ടാണ്. ആ റൂട്ടിൽ എവിടെയെങ്കിലും ഒരു ബാത്റൂം ഉണ്ടോ എന്ന് നോക്കൂ.
ഒരു ബാത്റൂം. നമ്മൾ തിരുവനന്തപുരത്തിന്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ടത് കാര്യം എന്ന് പറയുന്നത്, ഒന്ന് കഴക്കൂട്ടത്ത് നമുക്കൊരു ഹബ്ബുണ്ട്, IT കേന്ദ്രമാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട IT കേന്ദ്രങ്ങളിൽ ഒന്ന് കഴക്കൂട്ടം. അതുപോലെ തന്നെ നമ്മൾ കോവളം എന്ന് പറയുന്നത് ലോക ടൂറിസം ഭൂപടത്തില്, പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന, വിദേശങ്ങളിൽ ഉൾപ്പെടെ അറിയപ്പെടുന്ന ഇടം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ആറ്റുകാൽ പൊങ്കാല, ധാരാളം ക്ഷേത്രങ്ങളുള്ള ഒരു നഗരി കൂടിയാണ് തിരുവനന്തപുരം. സമീപ പ്രദേശങ്ങളിലായിട്ട് ഈ തീർത്ഥാടകരുടേതായ തിരക്കുണ്ടാകുന്ന ശിവഗിരി, അതുപോലെ തന്നെ ടൂറിസം കേന്ദ്രങ്ങളായ പിന്നെ പൊന്മുടി, ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ്. അപ്പൊ തിരുവനന്തപുരം ഒന്നുകൂടി വളരെ വികസിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായിരിക്കും ഒരുപക്ഷെ പ്രധാനമന്ത്രിയിൽ നമുക്ക് കിട്ടേണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും. കാരണം ഈ ആറ്റുകാൽ നമുക്കറിയാമല്ലോ, ഇത്രയും വലിയ ക്ഷേത്രമായിരുന്നെങ്കിലും ഈ അടുത്ത കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഗിന്നസ് ബുക്കിൽ തന്നെ വന്നത്. പക്ഷെ അത്രത്തോളം കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ എവിടെയെങ്കിലും ഉണ്ടോ ഇത്രയും സ്ത്രീകൾക്കുള്ള ഒരു ശബരിമല എന്ന് പറയുന്ന മാതിരിയുള്ളൊരു ഇതാണ് ആറ്റുകാൽ. ഇപ്പം നടക്കാൻ പോവുകയാണ്. അപ്പോൾ അത്രത്തോളം ഒരു ക്ഷേത്രത്തിലേക്ക് വരുന്നത് എവിടെയല്ല, ഇത് ജാതി മതസ്ഥരും എല്ലാവരും ഒന്നിച്ചു ചേരുന്ന ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ആറ്റുകാലാണ്. ആറ്റുകാലിൽ സത്യത്തിൽ പൊങ്കാല നടക്കുന്ന ദിവസങ്ങളിൽ ക്രിസ്ത്യനും മുസ്ലിമുമാണ് സ്വീകരിച്ച് അവരെ ഓരോ വീടുകളിലും പൂജയ്ക്ക് പോലും ഇരുത്തുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വികസനവും കാര്യം നടക്കുന്ന സ്ഥലത്ത് ഒരുപാട് വികസന കാര്യങ്ങളിലേക്ക് മാറ്റം വരുത്തേണ്ടത് ആവശ്യമാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ പ്രധാനമന്ത്രി വരുമ്പോഴത്തേക്ക് ഇത്തരം പദ്ധതികൾ തീർച്ചയായിട്ടും അദ്ദേഹം ഉൾപ്പെടുത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും അതിന് മേയർ വി രാജേഷിന് അതിൻ്റേതായ ഐഡിയ ഉണ്ട്, സർക്കാരിനും അതിന് താല്പര്യവും കാണും. തീർച്ചയായിട്ടും ആറ്റുകാലിലായി, നേരത്തെ പറഞ്ഞ പൊന്മുടി പോലുള്ള കാര്യങ്ങളായി, ശംഖുമുഖം തന്നെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇനി കുറേ കൂടെ വരാനുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലുത്. നമ്മൾ ഒന്നുകൊണ്ട് ചെറുതുകൊണ്ട് നിർത്താൻ പാടില്ല. ഒരുപാട് വൻ പദ്ധതികളിലേക്ക് വരണം. അത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിരുവനന്തപുരം മാറ്റിമറിയുമെന്നുള്ള തലസ്ഥാനം എന്താണെന്നുള്ള രീതിയിലേക്ക് വരുത്തി തീർക്കുന്ന രീതിയിൽ സംവിധാനങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ മാത്രമല്ല, സാധാരണക്കാരനും പാവപ്പെട്ടവനും നല്ല രീതിയിൽ ജോലി ചെയ്യുന്നതിനും മറ്റ് രാജ്യങ്ങളിൽ നമ്മളെ കേരളത്തെ, തിരുവനന്തപുരത്തെ തിരിച്ചറിയുന്നതിനുള്ള സംവിധാനവുമായി മാറും. കാരണം വിഴിഞ്ഞം പദ്ധതിയുടെ പുരോഗതി ഇതിനോടൊപ്പം ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വലിയ വൻ പ്രതീക്ഷയാണ്. വിഴിഞ്ഞത്തൊക്കെ വരുമ്പോഴത്തേക്ക് വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആ പ്രാന്ത പ്രദേശങ്ങൾ മാത്രമല്ല, ഇതിനെ സംബന്ധിച്ചുള്ള വിഴിഞ്ഞം മറ്റ് തമിഴ്നാട്ടിലേക്ക് വരേണ്ടുന്ന പദ്ധതികളാണ് പിന്നീട് ഇങ്ങോട്ട് വന്ന് കയറിയപ്പോൾ ഇപ്പം നല്ല വികസനമാണ്. അത് കുറച്ചും കൂടെ കുറേ കാഴ്ചപ്പാട്, ഈ മെട്രോ ട്രെയിൻ പോലുള്ള പദ്ധതികളൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. അപ്പം അതിനകത്ത് ഒരു ഉദാഹരണം ഞാൻ മാത്രം പറയാം. അപ്പം സാറ് പറയുകയാണെങ്കിൽ കിരീടം പാലത്തെക്കുറിച്ച് അറിയാമല്ലോ, അല്ലെ? അത് മാത്രമല്ല, ഇവിടെ നമുക്കറിയാം തിരുവനന്തപുരത്ത് ഒരുപാട് ജലാശയങ്ങളും, ഇപ്പൊ പറഞ്ഞ പോലെ വെള്ളായണി, അതുപോലെ തന്നെ നഗരത്തിനകത്ത് തന്നെ ഒരുപാട് ഇടങ്ങളിൽ ധാരാളം എത്രയോ അധികം കുളങ്ങൾ തന്നെയുണ്ട്. ഇതൊക്കെ വേണ്ട തരത്തില് ജലാശയങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിന് വേണ്ടത്ര സംരക്ഷണം കിട്ടാതെ പോകുന്നുണ്ട്, മാലിന്യം നിറഞ്ഞ് കിടക്കുകയാണ്. ഇതൊക്കെയും ശുചീകരിക്കേണ്ടതായ സമയവും ഒക്കെ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് നേമം സ്റ്റേഷന്റെയും കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന്റെയും വികസന കാര്യങ്ങളും. ഇതും എനിക്ക് തോന്നുന്നു മിക്കവാറും നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരുമ്പോൾ ആ രണ്ട് സ്റ്റേഷനുകളെ കുറിച്ചും എന്തെങ്കിലും ചില പദ്ധതികൾ മുമ്പോട്ട് ഉണ്ടാകുമെന്ന് തോന്നുന്നു, അല്ലേ? അല്ല, തീർച്ചയായിട്ടും നേമത്ത് വളരെ ആവശ്യമാണ്. നേരത്തെ തിരുവനന്തപുരം എന്നുള്ളത് തന്നെ നേമം റെയിൽവേ സ്റ്റേഷനിലേക്ക് മാറിക്കഴിഞ്ഞു. സതേൺ എന്നുള്ള രീതിയിലായി കഴിഞ്ഞല്ലോ നേമം റെയിൽവേ സ്റ്റേഷന്. അതിനുശേഷം അവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരം സിറ്റിയായിട്ട് 5 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. അപ്പം കൂടുതൽ കാര്യങ്ങൾ നേമം ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് അത് കന്യാകുമാരിയിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും പോകുന്നതിനുള്ള ഒരു എളുപ്പ വഴിയായി ഒരു സംവിധാനമായി മാറി. കന്യാകുമാരി എന്ന് പറഞ്ഞാൽ കാശ്മീർ തൊട്ട് കന്യാകുമാരി എന്ന് പറഞ്ഞാൽ ആര് വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന വിവേകാനന്ദ നഗർ കന്യാകുമാരിയാണ്. അപ്പോൾ അത്തരം മേഖലയുടെ തുടക്കം എന്ന് പറയുന്നത് നേമം തന്നെയാണ്. തിരുവനന്തപുരം കഴിഞ്ഞാൽ നേമത്തിനകത്ത് ഒരുപാട് പുരോഗതികളുള്ള സ്ഥലമാണ്. അതാണ് ഞാൻ നേരത്തെ മുൻപും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഏറ്റവും വലിയ സുബ്രഹ്മണ്യൻ്റെ മെല്ലാൻ സ്റ്റുഡിയോ വരെ ഉള്ളത് ആരൊക്കെ, എത്രയോ വലിയ പ്രശസ്തനായ ആളാണ് സുബ്രഹ്മണ്യൻ. സ്വാമി അയ്യപ്പൻ എന്ന് പറയുന്നത് ശബരിമല പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്തും ആ ശബരിമലയ്ക്ക് വേണ്ടുന്ന ആ റോഡുകളെ കെട്ടിക്കൊടുത്ത ഒരാളാണ് സുബ്രഹ്മണ്യൻ. അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു ഈ അടുത്ത കാലത്തും മരിച്ചതുവരെ നമുക്കറിയാവുന്നതാണ്. അത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ തിയേറ്ററുകൾ തന്നെ നോക്കൂ, എന്തെല്ലാം വൻ പദ്ധതികളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇവിടെ പറയുന്ന സീറും സത്യനും എല്ലാവരും പാടിയല്ല സിനിമയിൽ അഭിനയിച്ച രംഗങ്ങൾ വരെ ഈ മെല്ലാൻ സ്റ്റുഡിയോയിൽ കൂടിയാണ്. അങ്ങനെ നാടിൻ്റെ ഒരു വികസനത്തിൻ്റെ ഭാഗം നേമത്തിനുണ്ട്. നേമമല്ല തിരുവനന്തപുരം എന്നുള്ള രീതിയിൽ നേമത്തിന് മർമ്മപ്രധാനമായ ഭാഗമാണ് നേമം വെള്ളായണി ഭാഗങ്ങളെല്ലാം. അപ്പൊ തിരുവനന്തപുരത്തിന് വികസിക്കാൻ ഒരുപാട് സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇനി അത് നമുക്ക് കേന്ദ്രമായാലും കേരളവും ഒക്കെ
സംസ്ഥാന സർക്കാരും ഒക്കെ വേണ്ട രീതിയിൽ കനിഞ്ഞാൽ തിരുവനന്തപുരം ഇന്ത്യയിലെ വൻകിട നഗരങ്ങളിൽ മുൻപന്തിയിൽ തന്നെ എത്തും എന്നുള്ളത് നമുക്ക് യാതൊരു സംശയമില്ല. വൻ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കേരളം, തിരുവനന്തപുരം വളരെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു തലസ്ഥാന നഗരമായി മാറും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.